കഴിഞ്ഞ ദിവസം CBSE ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ ആ റിസൾട്ട് വരുന്ന 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഡെയ്സി അവരുടെ മോള് 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മെസ്സേജ് കിട്ടു, അച്ഛാ റിസൾട്ട് അടുത്ത് വന്നപ്പോൾ ഉണ്ണിക്കുട്ടിക്കൊരു ടെൻഷൻ. അവൾ ചോദിച്ചു, അമ്മയെ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഞാൻ നിനക്കൊരു ഹഗ് തരും, എന്നിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവും. അപ്പോൾ ഫുൾ A+ കിട്ടിയാലോ? അപ്പോഴും നിനക്കൊരു ഹഗ് തരും, എന്നിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവും. അതല്ല അമ്മേ, ഞാൻ നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ഫുള്ള് കിട്ടും, പക്ഷേ ഇവാലുവേറ്റർ മൂഡ് കൊണ്ട് മാർക്ക് കുറഞ്ഞു പോയാലോ എന്നൊരു പേടി. അപ്പോൾ ഡെയ്സി പറഞ്ഞു, എടി അപ്പോഴും നിനക്ക് ഞാൻ ഹഗ് തരും, നമ്മൾ സിനിമയ്ക്ക് പോവും, തിരിച്ചു വരുമ്പോൾ തട്ടുകടയിൽ കയറി പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിക്കും. അപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, അമ്മേ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് കൂട്ടുകാരുടെ കൂടെ ഗോ കാർട്ടിങ്ങിന് പൊക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലെങ്കിലോ? അപ്പോൾ അമ്മ പറഞ്ഞു, എടി ഇതോടെ ലോകം അവസാനിക്കുന്നില്ല. എന്നിട്ട് ഡെയ്സി എഴുതുന്നു, ഇന്നും ഈ പ്രായത്തിൽ അവൾ കെട്ടിപ്പിടിച്ച് കൂടെ ഉറങ്ങുമ്പോൾ, അവിടെ ചെറിയ രഹസ്യം പോലും എന്നോട് തുറന്നു പറയുമ്പോൾ, അതല്ലേ യഥാർത്ഥ റിസൾട്ട്. എന്ത് സംഭവിച്ചാലും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ള അവളുടെ ധൈര്യം, അതല്ലേ ഫുൾ A+ എന്ന് പറയാം. ദിവസങ്ങളിലൊക്കെ പല എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ വരും. നമ്മുടെ കുട്ടികൾ ടെൻഷനിലാണ്, അതിനേക്കാളും വലിയ ടെൻഷനിലാണ് പാരൻസ്. ഈ സമയത്ത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആവണം. നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ സ്ട്രോങ് ആക്കണം. അവിടെ പറഞ്ഞു കൊടുക്കണം, ഈ റിസൾട്ടല്ല പ്രധാനപ്പെട്ടത്, നീയാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത്. ഇത് ഗോസ്പലിൽ ഈശോ കൊടുക്കുന്നൊരു ഉറപ്പില്ലേ, എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല, ഐ വിൽ നെവർ റിജക്റ്റ്. ഈശോ കൊടുക്കുന്ന ഉറപ്പാണ് ലോകത്തിന്. നമ്മുടെ കുട്ടികൾ നമുക്ക് ദൈവം തന്ന കുട്ടികളല്ലേ, അവരൊരിക്കലും റിജക്റ്റ് ചെയ്യാൻ പാടില്ല. റിസൾട്ടിൻ്റെ പേരിലോ അവരുടെ ഒരു വീഴ്ചയുടെ പേരിലോ അവരുടെ ഒരു അബദ്ധത്തിൻ്റെ പേരിലോ അവരാരാ ചേർത്ത് പിടിക്കേണ്ടത്? നമ്മൾ പാരൻസാണ്. ആ ധൈര്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഐ വിൽ നെവർ റിജക്റ്റ് യു.